നമ്മൾ ഇതിൻ്റെ ഉദ്ദേശം ഇസ് ടു ലെറ്റ് പീപ്പിൾ നോ ഹൗ വർക്ക് വർക്ക്സ്. ഒരു ബിസിനസ് എങ്ങനെ ഓടുന്നു, ആ ബിസിനസ്സിൽ വർക്ക് കൾച്ചർ എങ്ങനെയാണ്, ഒരു ഓഫീസ് സെറ്റപ്പ് എങ്ങനെയാണ്. നോർമലി ഒരു പോഡ്കാസ്റ്റിൽ നിങ്ങളുടെ സക്സസ് സ്റ്റോറി ആൻഡ് ഡൺ, മേ ബി ഫെയിലിയർ സ്റ്റോറി ആൻഡ് ഡൺ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ശരിക്കും ഒരു ബിസിനസ് ഇൻ ഡെപ്ത് ഓടുന്നത്. സോ ടുഡേ നമുക്ക് നമ്മളെ കൂടെ ഉള്ളത് ഫ്രണ്ട് ഷിയാസ് ആൻഡ് ഇജാസ്. രണ്ടുപേരും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലുള്ളതാണ്, പ്ലസ് രണ്ടുപേരും സ്റ്റാർട്ടപ്പും ഉണ്ട്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് യുവർ സ്റ്റോറി ഷിയാസ്. ഓക്കെ, ഹൗ ഡിഡ് യു സ്റ്റാർട്ട് ആൻഡ് ഇതിലോട്ട് വരാൻ കാരണം എന്താണുള്ളത്? എൻ്റെ പേര് ഷിയാസ് എന്നാണ്. ഞാൻ ഡെവലപ്പറായിരുന്നു. മൾട്ടിപ്പിൾ കമ്പനീസിൽ ഇൻഫോപാർക്കിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സ് ചേർന്നിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് സ്വർഗം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കൂടി കുമ്പളത്ത്. റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ടെക്നിക്കലി, പക്ഷെ ഞങ്ങൾ അതിനൊരു സ്റ്റാർട്ടപ്പ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ ജേണി അങ്ങനെ ആയിരുന്നു. സ്വർഗത്തിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യലോ ഒന്നും ആയിരുന്നില്ല. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഒരു പ്രൊജക്ട് ചെയ്യണം, അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമായിരിക്കും. അത് കിട്ടിയത് കൊണ്ട് തന്നെ അവിടെ ഒരു ആംബിയൻസ് ഉള്ളൊരു തട്ടുകട, അത് എപ്പോഴും പറയുന്നൊരു സാധനം, അതായിരുന്നു പ്ലാൻ. അത് തന്നെയായിരുന്നു ഉദ്ദേശമുള്ളൂ. അതിൽ നിന്ന് 5 പൈസ പോലും റവന്യൂ ജനറേഷൻ ഒന്നും ഉദ്ദേശിച്ചില്ല. ബട്ട് ഇവഞ്ച്വലി ഇറ്റ് വർക്ക്ഡ് ഔട്ട്. അതിൽ കുറേ റീസൺസ് ഉണ്ട്. വൺ ഓഫ് ദ മെയിൻ റീസൺ ബീങ് കൊറോണ. അതിൽ കാരണം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ കൊറോണയുടെ തൊട്ട് മുമ്പാണ്. തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ March 8 സ്റ്റാർട്ട് ചെയ്തു. March 24 ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ March 18 പൂട്ടി. 8 തീയതി തുടങ്ങി 10 ദിവസം കഴിഞ്ഞപ്പോൾ പൂട്ടി. പക്ഷെ അതൊക്കെ കുറേ ലേണിങ്സ് ആയിരുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി ആ സാധനം വർക്കൗട്ട് ആയതിൻ്റെ മെയിൻ റീസണും അതായിരുന്നു. കാരണം സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഞങ്ങൾ പൂട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് ആ 10 ദിവസത്തെ കുറേ ലേണിങ്സ് ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയാം. പിന്നെ സ്റ്റാർട്ടപ്പിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു സാധനം, ആദ്യം തന്നെ കുറേ കാശ് കൊണ്ട് ഇടരുത് എന്നുള്ളത് ഞങ്ങൾ അറിയാതെ തന്നെ പഠിച്ചൊരു സംഗതി. അതാണ് സ്വർഗത്തിൻ്റെ ഒരു ഏറ്റവും ബ്രീഫായിട്ടുള്ളൊരു ഇത് പറയുകയാണെങ്കിൽ. പിന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അർബൻ ഫോറസ്റ്റ് എന്ന് പറയുന്നൊരു കഫേ. അത് ഇവിടെ കളമശ്ശേരി മുട്ടത്താണ്. അതും ആക്ച്വലി ഞങ്ങൾ ഉദ്ദേശിച്ചതും ഒരു ആംബിയൻസ് വേണം, പിന്നെ അവിടെ ഓരോ സാധനത്തിനും ഫങ്ഷണൽ ആയിരിക്കണം എന്നുള്ളത്. അതായത് സീറ്റിംഗ് മാത്രമല്ല, ഓരോ ഏരിയയും ഓരോരുത്തരുടെ പർപ്പസിനനുസരിച്ച്, ഒരു ഏരിയ ഗ്യാതറിങ്ങിന്, ഒരു ഏരിയ നോർമൽ കഫേ സീറ്റിംഗ്, അത് പിന്നെ ഇപ്പുറത്ത് വർക്കിംഗ് ആൻഡ് ചെറിയൊരു എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് എന്നുള്ള നിലക്കൊരു സ്വിങ് ആൻഡ് ഷീഷക്ക് വേണ്ടി നമ്മളൊരു ഷീഷ റൂമുണ്ട്. ബട്ട് ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ളൊരു 4 എലമെന്റ്സ് ആയിട്ടാണ്. എർത്ത്, എയർ, വാട്ടർ, ഫയർ. എലമെന്റ്സ് ഒക്കെ അവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ഓരോ രീതിയിലാണ്. അതായത് സിംപിളി പറഞ്ഞാൽ എയറിൽ ഇരുന്ന് ഡൈൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കാല് താഴത്ത് കുത്തില്ല, അവിടെയാണ് സ്വിങ്ങും ബാർ ചെയറും കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഷീഷ ഉദ്ദേശിക്കുന്ന ഫയറാണ്. അതുപോലെ ഓരോന്നിനും ഓരോന്ന്. ആൻഡ് ദെൻ എൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ findmyhostel.in എന്ന് പറയുന്നൊരു സ്റ്റാർട്ടപ്പാണ്. അതും ഈ പറഞ്ഞ പോലെ 18 ഐഡിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് കൊറോണയുടെ ടൈമിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് എൻ്റയർലി പുതിയൊരു രീതിയിൽ റിവാമ്പ് ചെയ്തെടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഒരു 6 വർഷമായി. 2000 അറൗണ്ട് പ്രോപ്പർട്ടീസ് ഇപ്പോൾ അക്രോസ് ഇന്ത്യ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റൽസ്, PGs കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു വെബ്സൈറ്റാണ്. ആൻഡ് റൈറ്റ് നൗ വി ഹാവ് റൂമിൻഡോ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ്. അത് നമ്മുടെ ഈ PG ഹോസ്റ്റൽസ് ഒക്കെ റൺ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, കോളേജസ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ PGs റൺ ചെയ്യുന്ന ഓണേഴ്സിനൊക്കെ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോപ്പർട്ടി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ആൻഡ് നമ്മൾ കുറേ ഹോസ്റ്റൽസ് മാനേജ് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ സർവീസ് സെഗ്മെന്റ് ഉണ്ട്. അത് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും കമ്പനി കോർപ്പറേറ്റ്സിൻ്റെ സ്റ്റാഫ് അക്കോമഡേഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റുഡൻറ് അക്കോമഡേഷൻ, അതിൻ്റെ ബാക്ക് എൻഡിൽ വരുന്ന കുറേ കാര്യങ്ങളാണ്.